ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മേഘാലയ ട്രാവൽ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ മേഘാലയയിൽ ഒരുപാട് കാഴ്ചകൾ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. മേഘാലയ ട്രാവൽ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് ചിറാപുഞ്ചിയിലാണ്. ചിറാപുഞ്ചിയിലെ ഗ്രാമങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളൊരു മൊസമ്മായി കേവ്സും പിന്നെ നൊക്ലക്കൈ വാട്ടർഫാൾസും, അത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. എല്ലാ വീഡിയോസും ഇവിടുത്തെ ചെറിയ ചെറിയ വീഡിയോസായി പാർട്ടായി ചെയ്യുന്നത് ഒരുപാട് ലെങ്തി ആവണ്ട എന്ന് കരുതിയിട്ടാണ്. മേഘാലയ പോകാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ ഹിഡൻ സ്പോട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കണ്ടോ, ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇവിടുത്തെ വനിതകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. എന്തായാലും മഴയിൽ ഒന്നാമതുള്ള ചിറാപുഞ്ചി ഇപ്പോൾ കുറച്ച് പിന്നോട്ടാണ്. മഴയൊക്കെ കുറവാണ്. എന്നാലും മഴമേഘങ്ങൾ ഒരുപാട് നമുക്കിവിടെ കാണാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേവിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ചെറിയൊരു അരുവി പോലെ കണ്ടു കാടിനോട് ചേർന്ന്. അപ്പോൾ അവിടെ ഇറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി ഇനി നേരെ ഗുഹയിലേക്ക് ഉള്ള എൻട്രിയിലേക്ക് നമ്മൾ നടക്കുകയാണ്. മൊസമ്മായി കേവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഓർക്കസ്ട്രയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അവർ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ അതിനനുസരിച്ച് ഡാൻസൊക്കെ കളിച്ച് അവർക്ക് കുറച്ച് ഡൊണേഷൻ പോലെ അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ പൈസയൊക്കെ ഇടുന്നുണ്ട്. ഞാനും കുറച്ച് പൈസയൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തു. എന്തായാലും അവർക്ക് ഉപകാരമാവട്ടെ. അവർ പാട്ടുപാടി അങ്ങനെ അവർക്ക് ഒരു വരുമാനം കിട്ടുന്നത് പോലെയാണ് അവർ ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നു. ടൂറിസ്റ്റുകൾ അതിനനുസരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമല്ലേ? അപ്പോൾ കേവിലേക്കുള്ള എൻട്രിയിൽ നമുക്ക് 30 രൂപയാണ് എൻട്രി ഫീസ്. 20 രൂപ ക്യാമറയ്ക്ക്, പാർക്കിംഗ് 10 രൂപ, അങ്ങനെയാണ് വരുന്നത് ചാർജ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കേവ് പോലെ അത്ര നീളമുള്ളതൊന്നുമല്ല. ചെറിയൊരു കേവാണ്. 150 മീറ്ററേ ഉള്ളൂ. കാടിനുള്ളിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻട്രി പോയിൻ്റ് നമുക്ക് കാണാം. ഇനി നേരെ അകത്തേക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയി കുറച്ച് അഡ്വഞ്ചറസായി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്കും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ആരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമുക്ക് കേവിനകത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. കേവിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം കൺജസ്റ്റഡായ ഒരു ഏരിയയാണ്. അതായത് കുറച്ച് തടിയുള്ളവർക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ 1 by 1 ആയിട്ട് കടക്കണം. അപ്പോൾ അതിനുള്ള ഒരു തിക്കും തിരക്കാണ് ഈ കാണുന്നത്. പതുക്കെ അങ്ങോട്ട് കയറുക, നുഴഞ്ഞു കയറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. പക്ഷേ ഇതിനെ വെള്ളം ഒഴുകിയിരുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ കേവ് അത്യാവശ്യം ഉയരത്തിലാണ്. ഇനി വെള്ളത്തിനടിയിലായിരുന്നോ മല എന്നൊന്നും നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത്. അതൊക്കെ ഇപ്പോഴും അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ മേഘാലയ സീരീസ്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണുക. ഡൽഹിയിലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും കാണുക. ഇതിൻ്റെ ഉള്ളിലൂടെ കയറുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് കാഴ്ചകളൊക്കെ. അവിടെ ഇരിക്കാനുള്ള സ്ഥലം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം നനവും നല്ലൊരു തണുപ്പും ഈർപ്പമുള്ള ഏരിയയാണ്. കാരണം ഇത് മലയുടെ അടിയിലാണല്ലോ. എന്തായാലും വ്യത്യസ്തമായൊരു അനുഭവമാണ് നമ്മുടെ ഈ ഒരു കേവ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇത്രയും കേവ്സും പിന്നെ വെള്ളച്ചാട്ടമുള്ള വേറൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. കമൻ്റായിട്ട് ചെയ്താൽ മതി താഴെ, നമുക്ക് നോക്കാം. എന്തായാലും ഒരുപാട് ഫോസിൽസും ഷെൽസൊക്കെ ഇപ്പോഴും ഇവിടെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ തിരിച്ച് നടക്കാം. സംഭവം കണ്ടാലൊരു ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിലും പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു സോളോ ട്രിപ്പായിട്ട് വന്നതാണ് മേഘാലയയിലേക്ക്. ഇതുപോലെ ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സോളോ ട്രിപ്പ് അടിച്ച് കാണണം എന്നുള്ളതൊക്കെയാണ് പ്ലാന്. എന്തായാലും നമുക്ക് നോക്കാം.
വരും വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അതനുസരിച്ച് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി പതുക്കെ പുറത്തേക്ക് ഇറങ്ങട്ടെ. പുറത്തുള്ള എൻട്രി പോയിൻ്റ് ഇറങ്ങുമ്പോൾ അടുത്ത് തന്നെ വേറെ ഗുഹയുണ്ട്, അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇനി നേരെ നൊക്ലക്കൈ വാട്ടർഫാൾ കാണാനാണ് പോകുന്നത്. ആ ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല സേഫായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി നൊക്ലക്കൈ വാട്ടർഫാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്ലഞ്ച് മോഡൽ വാട്ടർഫാളാണത്. മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾ കൂടിയാണ് ഇന്ത്യയിലുള്ളതിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണൂ. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യൂ ആർക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടെന്ന്. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. മേഘാലയയിലെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.